ലോകമെമ്പാടുമുള്ള മലയാളികൾ ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5ന്റെ വളരെ സ്പെഷ്യൽ ആയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സീസൺ 5. നിങ്ങൾ എല്ലാവരും ഒരു പക്ഷേ ഈ സ്ക്രീനിന് മുമ്പിൽ ഇരിക്കുന്നത് ഇവിടെ മത്സരം പ്രതീക്ഷിച്ചായിരിക്കാം. പക്ഷെ ഇന്ന് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5ൽ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നില്ല. അതെന്താണ് എന്ന് നിങ്ങൾ ചോദിക്കും. വെൽ, വി ഹാവ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വാലിഡ് റീസൺ. നിങ്ങൾക്കറിയാം, ഈ വേദിക്ക് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5ൽ സംഗീതം എന്ന് പറഞ്ഞാൽ എല്ലാമാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ മലയാളികൾ സംഗീതം വളരെ ആസ്വദിക്കുന്ന ഒരു കൂട്ടരാണ്. നമുക്ക് ഗായകർ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വളരെ ഗിഫ്റ്റഡായ കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്. അവരിൽ നിന്നും ഇന്ത്യ മൊത്തം ആദരിക്കുന്ന ഒരു ഗായികയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഇവിടെ എത്തുന്നത്. ഈ അവസരത്തിൽ വേദിയിലേക്ക് ഞാൻ ആദ്യം സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ജഡ്ജായ പ്ലേബാക്ക് സിംഗർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ ശ്രീയേട്ടനെയാണ്. Today I'd like to welcome music director Sharan. And finally നമ്മുടെ പാനൽ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ചിത്ര ചേച്ചി. നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ ആരെയാണ് കാത്തിരിക്കുന്നത് എന്ന്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് തന്നെയാണ് ഈ ദിവസം. നമ്മൾ എല്ലാവരും ഈ ആർട്ടിസ്റ്റിന്റെ വലിയ ഫാൻസ് ആണ്. നമ്മൾ ദേവിയെ പോലെ ആദരിക്കുന്നു. പക്ഷെ സംഹൗ ചിത്ര ചേച്ചി ഹാസ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പൊ ചിത്ര ചേച്ചി ആയിരിക്കും ഈ ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐഡിയ സ്റ്റാർ സിംഗറിന്റെ കോമ്പറ്റീഷൻ സമയത്തെല്ലാം ഓരോ കണ്ടസ്റ്റന്റും പാടുമ്പോൾ ഞങ്ങൾ എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു പേരുണ്ട്. ആ പാട്ട് കൂടുതൽ കേൾക്കൂ, അതിന്റെ ഡീറ്റെയിൽസ് പഠിക്കൂ, അതിനകത്ത് എന്തെല്ലാം എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെ അതിന്റെ റെൻഡിഷൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പാടിയിരിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ എപ്പോഴും കുട്ടികളോട് കേൾക്കാൻ പറയുന്ന ഒരു പേര്. മാത്രമല്ല, പിന്നെ പേഴ്സണലായിട്ട് ഞാൻ എൻ്റെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന, എനിക്ക് അത്രയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന, കുഞ്ഞിലേ മുതൽ ഞാൻ കൂടുതൽ പാടിയിട്ടുള്ളതും ഈ അമ്മയുടെ പാട്ടാണ്. വളരെ സന്തോഷപൂർവ്വം, വളരെ ആദരപൂർവ്വം ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജാനകി അമ്മ. കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവത് വീതിയിൽ എന്നിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഞങ്ങൾ എല്ലാവരും ഇത്രയും എക്സൈറ്റഡ് എന്തുകൊണ്ടാണെന്ന്. എനിക്കൊക്കെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഈ യാത്ര ഒരു 4-5 വർഷമായി. പക്ഷെ ഇതുവരെ എനിക്ക് ജാനകിയമ്മനെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കുന്ന ഒരു പേരാണ്. അപ്പൊ തന്നെ എനിക്കറിയാം എല്ലാവരുടെയും മനസ്സിൽ ഹൗ സ്പെഷ്യൽ യു ആർ. പൂർവജന്മത്തിൽ മലയാളികൾ ഏതോ സുഹൃതം ചെയ്തിട്ടുണ്ട്, തീർച്ച. അല്ലെങ്കിൽ നമ്മുടെ തളിരിട്ട് കിനാവുകളിൽ താമരത്തോണിയേറിയെത്തി രാഗമഴ പെയ്ച്ച എസ് ജാനകി എന്ന അനുഗ്രഹീത ഗായികയുടെ ഗാനങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. ചെന്നൈയിലെ സൺറൈസ് അവന്യൂവിലെ സായി കൃപ എന്ന വീട്ടിൽ ഒരു സംഗീത കാലഘട്ടത്തിന്റെ തമ്പുരാട്ടിയുടെ സാന്നിധ്യം പുതുതലമുറയ്ക്ക് പകരുന്നത് അതിരുകളില്ലാത്ത ആത്മവിശ്വാസമാണ്. സൂര്യകാന്തി പൂവിനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശ്രുതിമാധുര്യത്തോടെ ജാനകിയമ്മ പാടുമ്പോൾ ഈ വീടിന്റെ പൂമുഖത്തെ കരിങ്കൽ തൂണുകൾ പോലും താളം പിടിക്കുന്നുണ്ടാവണം.
വാസന്ത പഞ്ചമി നാളിലെത്തുന്ന വിരുന്നുകാരനെ കിനാവ് കണ്ട് നായികയുടെ ഭാവനകളിൽ വർണ്ണപ്പീലി നിവർത്തിയ ആ ശബ്ദത്തിന് ശ്രുതി നീട്ടാൻ ഈ തമ്പുരുകൾ മത്സരിക്കുന്നുണ്ടാകണം. സ്വരരാഗസുന്ദരിമാരുടെ ഈ പ്രിയതോഴിയുടെ പാട്ട് കേൾക്കാൻ ഈ ഗണപതി വിഗ്രഹങ്ങൾ പോലും എത്രയോ തവണ ചെവിയോർത്തിരുന്നിട്ടുണ്ടാകും.